ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 7ാമത്തെ ചാപ്റ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ആദ്യം തന്നെ എങ്ങനെ അക്കൗണ്ട് തുടങ്ങണം എന്നുള്ളത് പഠിച്ചു, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ അതിനുശേഷം ഫണ്ടമെന്റൽ അനാലിസിസ്, ഒരു സ്റ്റോക്കിനെ നമുക്ക് എങ്ങനെ ഫണ്ടമെന്റലി അനാലിസിസ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ റണ്ണിങ്ങിലുള്ളത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഈ ടെക്നിക്കൽ അനാലിസിസിൽ തന്നെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ സിംഗിൾ ക്യാൻഡിൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മൾട്ടിപ്പിൾ ക്യാൻഡിൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി 3 ക്യാൻഡിൽസ് ഒരുമിച്ച് ചില പ്രത്യേക രീതിയിൽ വരുമ്പോൾ എന്താണ് ആ തരുന്ന സിഗ്നൽ എന്നുള്ള ഒരു 3 ക്യാൻഡിൽസിനും അതേപോലെ തന്നെ 3-ലധികം ക്യാൻഡിൽസിന്റെയും ആ ഒരു പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സ്മാർട്ട് ഫോളിയോ ഈ വീഡിയോ സീരീസ് തികച്ചും ഫ്രീ ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നത് എല്ലാവരും തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എല്ലാവരും പഠിക്കണം. അത് ജോലിയുള്ളവരാണെങ്കിലും അതല്ല ഇനി ട്രേഡിങ്ങിൽ പാഷൻ ഉള്ളവരാണ്. ട്രേഡിങ്ങിൽ പാഷൻ ഇല്ലാത്തവര് ട്രേഡിംഗ് ചെയ്യാൻ നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ മിനിമം ഇൻവെസ്റ്റ്മെന്റിന് സ്റ്റോക്ക് മാർക്കറ്റിനെ പരിഗണിക്കണം. അല്ലെങ്കിൽ വളരെ നന്നായിട്ട് വെൽത്ത് ക്രിയേഷൻ ചെയ്യാനും ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്നുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണം, സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോ സീരീസ് എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മോർണിംഗ് സ്റ്റാറിനെ കുറിച്ചാണ്. മോർണിംഗ് സ്റ്റാർ, ദ മോർണിംഗ് സ്റ്റാർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഈസ് കൺസിഡേർഡ് എ സൈൻ ഓഫ് എ ഹോപ്പ് ഇൻ എ bleak market downtrend. It is a 3-stick pattern, one short-bodied candle between a long red and a long green. Traditionally, the star will have no overlap with the longer bodies as the market gaps both on open and close. It signals that the selling pressure of the first day is subsiding and a bull market is on the horizon. ഒരു ഡൗൺ മാർക്കറ്റിന്റെ താഴെ ഒരു ഡൗൺ മാർക്കറ്റിൽ ഒരു അത്യാവശ്യം നല്ല തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു, വലിയ റെഡ് ക്യാൻഡിൽ. ഈ ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുന്നു. ഈ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നു. അപ്പം ഈ ഒരു വലിയ ഒരു റെഡ് ക്യാൻഡിൽ, അതിനുശേഷം വരുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ, ഒരു പക്ഷേ ഈ ഷൂട്ടിംഗ് സ്റ്റാറിന് ബദലായിട്ട് ഡോജിയും വരാം കേട്ടോ. അതിനുശേഷം വരുന്ന ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ. ഈ ഒരു 3 ക്യാൻഡിൽ കൂടിയ പാറ്റേണിനെയാണ് നാം മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഈ മോർണിംഗ് സ്റ്റാർ, ഇതിന്റെ ഒരു ലോജിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. ഡൗൺ ട്രെൻഡിൽ അത്യാവശ്യം നല്ല റെഡ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നു, മാർക്കറ്റ് താഴോട്ട് വന്നു, ബയേഴ്സ് അതിനെ മുകളിലോട്ട് കൊണ്ടുപോയി. വീണ്ടും അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ ബയേഴ്സ് സ്ട്രെങ്തിയായി മാർക്കറ്റിനെ നേരെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു മോർണിംഗ് സ്റ്റാർ നമുക്ക് ഒരു ചാർട്ടിൽ ഫോം ചെയ്ത് കണ്ടാൽ നോർമലി ട്രേഡേഴ്സ് ഈ ഒരു 3 ക്യാൻഡിൽസിൽ ഏത് ക്യാൻഡിലിന്റെ ഹൈ ആണോ ഏറ്റവും കൂടിയത്, ആ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രേഡിൽ എൻട്രി എടുക്കുകയും, അതേപോലെ തന്നെ ഈ ഒരു 3 ക്യാൻഡിൽസിൽ ഏത് ക്യാൻഡിലിന്റെ ലോ ആണോ ഏറ്റവും താഴെ അവിടെ SL പ്ലേസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഈവനിങ് സ്റ്റാർ. ഓക്കെ, ദ ഈവനിങ് സ്റ്റാർ ഈസ് എ 3 candlestick pattern that is equivalent of the bullish morning star. It is formed of a short candle sandwiched between a long green candle and a large red candlestick. Indicates the reversal of an uptrend and is particularly strong when the third candlestick erases the gains of the first candle. ഒരു അപ്ട്രെൻഡിലാണ് ഈവനിങ് സ്റ്റാർ വരിക. ഈവനിങ് സ്റ്റാർ സൈൻ കാണിക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡിന്റെ സിഗ്നലാണ്. മോർണിംഗ് സ്റ്റാർ അപ് ട്രെൻഡിന്റെ സിഗ്നലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്റ്റാർ ഒരു ഡൗൺ ട്രെൻഡിന്റെ സിഗ്നലാണ് തരുന്നത്. അപ്പോൾ ഈവനിങ് സ്റ്റാർ നോർമലി ഒരു അപ് ട്രെൻഡിലാണ് വരാറ്. അപ് ട്രെൻഡിൽ നമുക്ക് കാണാം ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു മറൂബസു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ, ഒരു ഗ്രീൻ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തു. അതിനുശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പം ഈ ഒരു 3 ക്യാൻഡിൽസ് വന്നാൽ ഈ ഒരു 3 ക്യാൻഡിൽസിനും കൂട്ടിയിട്ടാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലോജിക്
ഈസിയാണ്. കാരണം ഇത് ശരിക്കും നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ആ ഒരു കാര്യം പറയാം, അതേ സെയിം ലോജിക് തന്നെയാണ്. പക്ഷേ ഈ സ്പിന്നിങ് ടോപ്പിലെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ സെയിം ലോജിക് തന്നെയാണ് ഇവിടെയും പ്രാവർത്തികമാകുന്നത്. പക്ഷേ ഈ സ്പിന്നിങ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്പിന്നിങ് ടോപ്പ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതിന്റെ ട്രെൻഡ് റിവേഴ്സിൽ വരും. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ വരുന്നതോട് കൂടിയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കൺഫർമേഷൻ കൂടി കൂടിയതാണ് ഈ ഒരു പാറ്റേൺ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോ ഈ ഒരു പാറ്റേൺ, ഈ ഒരു 3 ക്യാൻഡിൽ ഇത് കാണുകയാണെങ്കിൽ ട്രേഡേഴ്സ് ഈ ഒരു 3 ക്യാൻഡിലിന്റെയും ഏറ്റവും ലോ ഏതാണോ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ആ ഒരു ലോനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കും. അതേപോലെ തന്നെ ഈ ഒരു 3 ക്യാൻഡിലിൽ ഏത് ക്യാൻഡിലിന്റെ ഹൈ ആണോ ഏറ്റവും ഹയർ, അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിങ്ങാണ്ട് ഒരു ഷോർട്ട് സെല്ല് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൽ എൻട്രി എടുക്കും. ഓക്കെ, അപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന കാര്യം. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3-ലധികമുള്ള ക്യാൻഡിൽസിന്റെ പാറ്റേൺസ് ആണ്. 3-ലധികം ക്യാൻഡിൽസ്, അത് നമ്മൾ മുമ്പിവിടെ പഠിച്ചത് തന്നെയാണ്, എങ്കിൽ നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഹാമർ ആണ് വരുന്നത്, കണ്ടില്ല? ഒരു ഹാമർ. ഈ ഹാമർ ഇതെല്ലാം ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് കേട്ടോ. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺസ് ഏത് കണ്ടാലും മാർക്കറ്റ് മുകളിലോട്ട് റിവേഴ്സിൽ മുകളിലോട്ട് പോകും എന്നുള്ള സിഗ്നലാണ് ഈ തരുന്നത്. ഇത് ഫസ്റ്റിൽ തന്നെ ഹാമറാണ്. ഈ ഹാമറിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്കിൽ പഠിച്ചതാണ്, സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ പഠിച്ചതാണ് ഹാമറിനെ കുറിച്ച്. ഹാമർ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിനുശേഷം ബുള്ളിഷ് ക്യാൻഡിൽസ് വരുന്നു, ബുള്ളിഷ് കാണിക്കുന്നു. ഇത് അതേപോലെ തന്നെ ഇൻവേർട്ടർ ഹാമർ. ഈ ഇൻവെർട്ടർ ഹാമർ അത് ഈ ചാർട്ടിൽ ഇതേ സെയിം പാറ്റേൺ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബുള്ളിഷ് എൻഗൾഫ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതാണ് ബുള്ളിഷ് എൻഗൾഫ് വരുന്നത്. ഇതിന്റെ പേഴ്സിംഗ് ലൈന്, മോർണിംഗ് സ്റ്റാർ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ. അതേപോലെ ഇത് 3 വൈറ്റ് സോൾജേഴ്സ്, ഇതെല്ലാം ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ പതിപ്പിച്ചിട്ട് ഈ ഒരു സെയിം പാറ്റേണോ അല്ലെങ്കിൽ ഇതിനോട് സാമ്യതയുള്ള പാറ്റേണോ ചാർട്ടിൽ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ആദ്യം. എന്നിട്ട് ഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് എല്ലാം തന്നെ അപ് ട്രെൻഡിന്റെ സിഗ്നൽസ് ആണ്. അപ്പോ അത് അവിടുന്ന് അപ് ട്രെൻഡ് തന്നെ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് കണ്ടിന്യൂഷൻ ആണ്. കാരണം ഇപ്പൊ നമ്മൾ അപ് ട്രെൻഡിൽ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ റിവേഴ്സിലാവുമോ അതല്ല കണ്ടിന്യൂഷൻ ചെയ്യുമോ എന്നുള്ളത് നോക്കണം. അപ്പം ചില പാറ്റേൺസ് നമുക്ക് കണ്ടിന്യൂഷന്റെ സിഗ്നൽ തരുന്നുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ഈ ഡോജി. 2 ഡോജി വരുന്നുണ്ട്. ഏകദേശം 2 ഡോജി അടുപ്പിച്ച് ഇത് ഈ രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സലിന് ചാൻസ് ഇല്ല, കണ്ടിന്യൂഷൻ തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ സ്പിന്നിങ് ടോപ്പ്, 2 സ്പിന്നിങ് ടോപ്പ് അടുപ്പിച്ച് വരിക. കാരണം ഒരു സ്പിന്നിങ് വന്നിക്കുകയാണെങ്കിൽ തന്നെ അതൊരു ഇൻഡിസിഷൻ ആണ് വരുന്നത്, അല്ലാതെ ഒരു ന്യൂട്രൽ ആണ് വരുന്നത്. രണ്ടാമത്തും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ചു കയറാനാണ്. പിന്നെ മൂന്നാമത് ഫാളിംഗ് ട്രീ. ഈ ഫാളിംഗ് ട്രീ എന്നുള്ളത് ഒരു ഡൗൺ ട്രെൻഡിലാണ് വരിക. ഡൗൺ ട്രെൻഡിൽ വരുന്നതാണ് ഫാളിംഗ് ട്രീ എന്ന് പറയുന്നത്. കാരണം നേരെ താഴോട്ട് മാർക്കറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതിനുശേഷം ചെറിയ 3 ക്യാൻഡിൽസ് ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും താഴോട്ട് വീഴും. ഇതൊരു കണ്ടിന്യൂഷന്റെ സിഗ്നലാണ് ഈ തരുന്നത്. റൈസിംഗ് ട്രീ ഇത് തരുന്നത്, ഇത് ഫാളിംഗ് ട്രീയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതൊരു അപ് ട്രെൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ് ട്രെൻഡിന്റെ ആണ് ഇത്. അപ് ട്രെൻഡിൽ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ചെറിയ ഒരു 2-3 ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് ചെറിയ റീട്രേസ്മെന്റ് എടുക്കുന്നത് പോലെ, റീട്രേസ്മെന്റ് തന്നെ പറയാം നമുക്ക് ഇതിന്. ഒരു റീട്രേസ്മെന്റ് എടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും അതേമാതിരി മുകളിലോട്ട് പോകും. അപ്പം ഈ ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ക്യാൻഡിൽ, ഈ ഒരു 4-5 ക്യാൻഡിൽസ് പാറ്റേൺ ഇതേപോലെ തന്നെ നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിന്റെ ആ ഒരു സിഗ്നൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ വരുന്നതാണ് നമുക്ക് ബിയറിഷ് ക്യാൻഡിൽ സ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ പാറ്റേൺസ് നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ കണ്ടിന്യൂഷൻ പഠിച്ചു. ഇനി ബിയറിഷ് ആണ്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് എന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് എന്നോ മാർക്കറ്റ് താഴോട്ട് ബിയറിഷ് ആവുന്നു എന്നുള്ളതിന് സിഗ്നലാണ്. ആ ഒരു സിഗ്നലാണ് ഈ വരുന്നത്. ഇത് ഹാങ്ങിങ് മാൻ. നമ്മൾ ആദ്യം പഠിച്ചാണ് ഹാങ്ങിങ് മാൻ വന്നതിന് ശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊരു ബിയറിഷ് ട്രെൻഡ് കാണിക്കുന്നത്. പിന്നീട് ഷൂട്ടിംഗ് സ്റ്റാർ വന്നതിന് ശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽസ് വന്നു. പിന്നെ ബിയറിഷ് എൻഗൾഫിങ് അത് പഠിച്ചാണ് നമ്മൾ. പിന്നെ ഈവനിങ് സ്റ്റാർ, ഇപ്പം അവസാനം നമ്മൾ പഠിച്ചു 3 ക്യാൻഡിൽസിന്റെ ഈവനിങ് സ്റ്റാർ.
ഓക്കെ, പിന്നെ 3 ബ്ലാക്ക് ക്രോസ്, അതും ഈ ബിയറിഷ് ആണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡാർക്ക് ക്ലൗഡ് കവർ, അതും നമ്മൾ പഠിച്ചു. അപ്പം ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധം പാറ്റേൺസ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാരണം, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡെയിലി ഒരു 3-4 സ്റ്റോക്സിന്റെ ചാർട്ടിൽ പോയിട്ട് ഈ ഓരോന്നും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതില് ഈ പറയുന്ന രൂപത്തിലുള്ള പാറ്റേൺസ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതല്ല. എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കില്ല ചാർട്ടിൽ കിട്ടുക, ഏകദേശം ഇതിനൊരു സാമ്യത വരുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് എക്സാക്ട്ലി കിട്ടിയെന്ന് വരാം, എങ്കിലും പലപ്പോഴും ഏകദേശം ഇതിനോട് സാമ്യതയുള്ള രൂപത്തിലാണ് പാറ്റേൺസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇതുവരെ ക്യാൻഡിൽസിനെ കുറിച്ചാണ് പഠിച്ചത്. സിംഗിൾ ക്യാൻഡിൽസിനെ കുറിച്ച് പഠിച്ചു, മൾട്ടിപ്പിൾ ക്യാൻഡിൽസിനെ കുറിച്ച് പഠിച്ചു, പിന്നെ 2-ലധികം ക്യാൻഡിൽസ് വരുന്ന പാറ്റേൺസിനെ കുറിച്ച് കൊണ്ടും പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ, this is Rafiq signing off.